Welcome to Future Tech Employees. Kindly like and subscribe. ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ വിൻഡോസ് ട്യൂട്ടോറിയലുകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കട്ടെ, നമ്മൾ NVDA സ്ക്രീൻ റീഡർ ഉപയോഗിച്ചുകൊണ്ടാണ് വിൻഡോസ് 11 പ്ലാറ്റ്ഫോമിലാണ് നമ്മൾ ട്യൂട്ടോറിയലുകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ഫയൽ ഫോൾഡർ ക്രിയേഷനും നാവിഗേഷനും പഠിച്ചു. ഇന്ന് നമ്മൾ അതിൻ്റെ സെലക്ഷനാണ് പഠിക്കുന്നത്. സെലക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ നാവിഗേഷന് നിങ്ങൾക്കറിയാം ഡൗൺ ഏറോ, അപ്പ് ഏറോ, ലെഫ്റ്റ് ഏറോ, റൈറ്റ് ഏറോ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പം സെലക്ഷന് നമ്മൾ യൂസ് ചെയ്യുന്നത് അതിനോടൊപ്പം തന്നെ ഷിഫ്റ്റ് കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെലക്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ കഴിയും. ഇപ്പൊ ഞാൻ എൻ്റെ ഫോക്കസ് ഇപ്പോൾ ഡെസ്ക്ടോപ്പിലാണ്. നമുക്ക് നോക്കാം, ടൈറ്റിൽ ചെക്ക് ചെയ്യാം. Program Manager. ഓക്കെ, അപ്പൊ ഞാനിവിടെ ഒന്ന് അപ്പ് ഏറോ പ്രസ് Up ചെയ്യാം. arrow. Zoom Workplace 15 of 33. ഓക്കെ, ഇപ്പൊ സൂം എന്ന് പറഞ്ഞിട്ടുള്ള ഫയലിന്റെ മേലെയാണ്. ഫയലാവട്ടെ ഫോൾഡർ ആവട്ടെ എന്താണ് സെലക്ട് ചെയ്യാനുള്ള കീ കമാൻഡ് ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് നമ്മൾ നാവിഗേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സെലക്ട് ആവും. നമുക്ക് നോക്കാം. ഇപ്പം ഷിഫ്റ്റ് പ്രസ് ചെയ്യുന്നു, അപ്പ് ഏറോ കൊടുക്കുന്നു. Shift plus up arrow. Unigram 14 of 33. Shift plus up arrow. Accessible YouTube Downloader Pro 13 of 33. ഇതിവിടെ സെലക്ട് ആവുന്നുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ ഒരു ഫോൾഡർ എടുക്കാം. Down arrow. ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം അല്ലേ? CTRL plus Shift plus N. Edit selected new. Enter. Tutorial 34 of 34. ട്യൂട്ടോറിയൽ എന്നൊരു ഫോൾഡർ ക്രിയേറ്റ് Enter. Tutorial. File Explorer. Tutorial tab selected 1 of 1. നമുക്ക് ഇവിടെ കുറച്ച് ഫോൾഡേഴ്സ് ക്രിയേറ്റ് CTRL enter. CT enter. CT enter. CTR enter. New folder. ഞാനിവിടെ കുറച്ച് ഫോൾഡേഴ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. Home. New folder 1 of 4. ഹോം അടിക്കുന്നത് നമ്മൾ ഇതിന്റെ ഏറ്റവും ടോപ്പിലെത്താൻ ഹോമും ഏറ്റവും എൻഡിലെത്താൻ എൻഡ് കീ ആണെന്ന് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇപ്പൊ ഷിഫ്റ്റ് ഡൗൺ ഏറോ പ്രസ് ചെയ്ത് നോക്കാം. Shift plus down arrow. New folder 2. 2 of 4. Shift plus down arrow. New folder 3. 3 of 4. ഇതിവിടെ സെലക്ട് ആവുന്നുണ്ട്. ഇനി നമുക്ക് പഠിക്കാനുള്ളത്, നമ്മളിപ്പോൾ ഒരു 10-20 ഫയലുള്ള ഒരു ഇതിനകത്ത് നിന്ന് നമുക്ക് ആവശ്യമുള്ള ഒരു 2-3 ഫയൽ മാത്രം സെലക്ട് ചെയ്യാനാണെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. അതിനുവേണ്ടി നമ്മൾ വീണ്ടും ഹോം കീ പ്രസ് ചെയ്യാണ്. Home. New folder 1 of 4. ഇവിടെ ഞാൻ കൺട്രോൾ പ്രസ് ചെയ്ത് പിടിക്കുകയാണ്. എനിക്കിപ്പം ന്യൂ ഫോൾഡർ ഓൾറെഡി സെലക്ടഡ് ആണ്. ഫസ്റ്റ് CTRL plus down arrow. New folder 2. Not selected 2 of 4. നോട്ട് സെലക്ടഡ് എന്നാണ് പറയുന്നത്. എനിക്കത് സെലക്ട് ചെയ്യണം. CTRL plus down arrow. New folder 3. Not selected 3 of 4. ഇവിടെ നിന്നുകൊണ്ട് കൺട്രോൾ വിടരുത്, സ്പേസ് ബാർ പ്രസ് ചെയ്യാം. CTRL plus space. Selected. കണ്ടോ, സെലക്ട് ആയി. അപ്പൊ നമുക്ക് ഒരു ഫയല് അല്ലെങ്കിൽ ഒരു ഫോൾഡർ സെലക്ട് ചെയ്യാൻ ഷിഫ്റ്റ് ഡൗൺ ആരോ അപ്പ് ആരോ യൂസ് ചെയ്തുകൊണ്ട് സെലക്ട് ചെയ്യാം. അതല്ലാതെ നമുക്ക് ഇടയിലുള്ള ഫയലുകൾ സ്കിപ്പ് ചെയ്തുകൊണ്ട് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൺട്രോൾ പ്രസ് ചെയ്ത് പിടിച്ച് ഡൗൺ ആരോ പോവുക. ഏത് ഫയലാണോ സെലക്ട് ചെയ്യേണ്ടത് അവിടെ നിന്നുകൊണ്ട് കൺട്രോൾ സ്പേസ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫയൽ സെലക്ട് ആവും. ഇനി നമുക്ക് ഫുൾ ആയിട്ട് സെലക്ട് ചെയ്യണം. അതിന് നിങ്ങൾക്കറിയാം കൺട്രോൾ A ആണ്. CTRL plus up. എല്ലാ ഫയലും ഇവിടെ സെലക്റ്റഡ് ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലായിട്ടുണ്ടാവും. ഇനി നമുക്ക് ഇവിടെ കോപ്പി പേസ്റ്റ് ആണ്. അത് നിങ്ങൾക്കറിയാം, കൺട്രോൾ C കൺട്രോൾ V ആണ്. അത് ഇതിൽ വ്യത്യാസമൊന്നുമില്ല. നമ്മൾ സെലക്ട് ചെയ്ത ഫോൾഡറുകൾ കോപ്പി ചെയ്യാനും പേസ്റ്റ് ചെയ്യാനും കൺട്രോൾ Cയും കൺട്രോൾ Vയും ആണ്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ സെലക്ഷൻ കമാൻഡ്സ് പഠിക്കുകയുണ്ടായി. നമുക്ക് അല്ലാത്ത സെലക്ഷൻ കമാൻഡ്സ് ഉണ്ട്, അത് നമ്മൾ അടുത്ത ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഫയൽ ഫോൾഡർ സെലക്ഷനും അതുപോലെ അതിൻ്റെ നാവിഗേഷൻ നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണ്. പിന്നെ കോപ്പി പേസ്റ്റ് ആണ്, നിങ്ങൾക്ക് അറിയാവുന്നതുമാണ്. ഓക്കെ.